ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ ദിവസമായി വീഡിയോ ഇടാത്തത്, ഇന്നലെ ഇട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഒരു മുട്ട ഹാച്ച് ഒന്ന് വിരിയിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനാണ്. നിങ്ങൾ വിചാരിക്കുന്നൊരു ഇൻകപ്ലേറ്റഡ് ഒന്നുമല്ല, സാധാരണ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടത്. അപ്പം ഞാനത് എടുക്കാം. അത് വലിയ സർപ്രൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇതെന്തൊരു കോട്ടൺ മാത്രമാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ആ മുട്ട വെച്ചിരിക്കുന്നത്. നല്ല കാടമുട്ടയാണ് കേട്ടോ വെച്ചത്. ഇത് വെച്ചിട്ട് ഇത് പകുതി ഭാഗം പൊട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, പകുതി ഭാഗവും ഇതിൻ്റെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഏതെങ്കിലും ഒരു ദിവസം വിരിയും എന്നുള്ളൊരു കീലാണ്. ഇവിടെ ഒരു ഇത് കണ്ടോ, ഇതാ പക്ഷിയുടെ തൂവലാണോ ഇതായി തോന്നുന്നുണ്ട്. എന്താണ് സാധനം എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പം ഇവിടെയും കൂടി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മാക്സിമം അത് തിരിച്ച് വരും. 2 ആഴ്ചയായി വെച്ചിട്ട് ഇപ്പം തന്നെ ഓരോന്ന് പൊട്ടി വീഴാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നത് നമ്മൾ എടുത്ത് കളിക്കുന്നത് അത്ര സേഫ് അല്ല. ഇത് നമ്മൾ അധികം എടുത്ത് കളിക്കാൻ പാടില്ല, പക്ഷെ എല്ലാ ദിവസവും നോക്കിയില്ലെങ്കിൽ ഇത് വരും. പിന്നെ ഇത് ഞാനിപ്പോൾ പുറത്ത് വെക്കുന്നത് നമ്മളൊരു കണ്ണതിൻ്റെ മുകളിൽ വേണം, ഇല്ലെങ്കിൽ വല്ല കാക്കയോ പൂച്ചയോ വല്ലതും കൊത്തി പ്രശ്നമാക്കും. അപ്പം ഇതെന്തായാലും ഇതിൻ്റെ ഉള്ള ജീവനുണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനൊന്നിവിടെ നമുക്കൊന്ന് നോക്കാം ഇത് ഇതിൻ്റെ ജീവൻ ശരിക്കും ഉണ്ടോയെന്ന്. ഇത് ചെറിയൊരു ഇടുപ്പ് പോലെ തോന്നുന്നുണ്ട്. ഇതുണ്ടായാൽ നമുക്ക് ഗോളടിച്ച് ഇനിയിപ്പം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇൻകപ്ലേറ്റർ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാണണം അങ്ങനെയൊക്കെ. അപ്പോൾ ഈ വീഡിയോയുടെ സവിശേഷത എന്താ വെച്ചാൽ ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. റെഡ് കാർഡിൽ ഇത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബേർഡ് ഇവിടെ വന്ന് കൂട് കെട്ടി പൊട്ടിപ്പോയി, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അത് നാട് വിട്ടു. ഇവിടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത് ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആ കൂടിൽ വെക്കും ഞാൻ എന്തായാലും. ഇത് കണ്ടിട്ട് മതിയല്ലേ. പിന്നെ ഇതിൻ്റെ ഈ ക്ലോത്തിൽ തന്നെ വെച്ചതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളെ വീട്ടിൽ എത്ര ക്ലോത്ത്സ് ഉണ്ട്, പക്ഷേ ഈ ക്ലോത്ത്സ് എല്ലാം ഞാൻ വെച്ചത് ഒരു കാരണം കൊണ്ട്, നമ്മുടെ ഇതിന് നല്ല സോഫ്റ്റായിരിക്കുന്ന ഇത് വേണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് വേണം. 2-3 ദിവസം ഞാൻ ഇതിൽ പുറത്ത് വെച്ചാൽ നമ്മുടെ ജീവികളൊക്കെ ഇതിനെ കണ്ട് ഇതിൻ്റെ അടുത്തേക്ക് വരും. അത് ഞാൻ ഉള്ളിൽ വെക്കുന്നു. അപ്പോൾ ഞാൻ ഇത് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുകയാണ്. ഇത് 2 ആഴ്ച കൊണ്ട് വിരിയുമെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഇൻകപ്ലേറ്റർ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഒരു ബൾബ് കത്തിച്ച് അതിൻ്റെ ഇപ്പുറത്തെ മുട്ട ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് ആക്കിയാൽ ഇതാക്കും. കൂടുതലാണ് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം എന്തുകൊണ്ടാണ് വെക്കുന്നത്? നമ്മുടെ ഈ മുട്ടയ്ക്ക് കൂടുതൽ ചൂട് കൊടുത്ത് ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വെന്ത് പോവുക ചെയ്യുള്ളൂ, അല്ലാതെ അതൊന്നും ഇത് കുട്ടി വരില്ല. അപ്പോൾ ഈ ഒരു വെള്ളം കൂടി വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു വായു ഇങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ തണുപ്പും കൂടി കിട്ടുമ്പോൾ അത് നല്ല മാക്സിമം അതിന് പറ്റുന്നത്ര ചൂടോ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുന്നത്. നിങ്ങളുടെ എല്ലാവരും ഡൗട്ട്സ് എനിക്ക് ക്ലിയർ ചെയ്യാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലാക്കുക. അതിൻ്റെ പേഴ്സണൽ ഇതിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.